കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാനെന്താ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇവിടെ കാണണ്ടെന്ന് വെച്ചാൽ, ഞാൻ ആ ശർക്കരക്കിഴങ്ങ് നേരില്ലേ, ശർക്കരക്കിഴങ്ങ് ആ നട്ടത്. അതിന് നിങ്ങൾക്ക് ഒന്ന് അതാക്കിയിട്ട് കാണിച്ചു തരാം. അതിന് എന്ന് വെച്ചാൽ അതിപ്പം പടർന്നു തുടങ്ങി. പടരുമ്പോൾ എന്താ വേണ്ടത് വെച്ചാൽ, അതിന് മണ്ണിട്ട് കൊടുക്കണം. ചുറ്റും മണ്ണിട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഈ പണിയെടുക്കുന്നത്. ഇതിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അത് കാണിച്ചു തരാം. എന്താണെന്ന് വെച്ചാൽ പടർന്ന അതിൽ മാത്രമല്ല കിഴങ്ങുണ്ടാവും, കിഴങ്ങ് പുറത്തുണ്ടാവും. അതിൻ്റെ തലയിൽ കുറേശ്ശെ മണ്ണിട്ട് കൊടുത്തിട്ട് അതാക്കാനുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? ഇതിനെന്നാ ഇപ്പം വേണ്ടത് വെച്ചാൽ, ഇതിപ്പോൾ ഈ തല ഇങ്ങനെ പടർന്ന് വന്നില്ലേ? ഇത് വേണ്ട, തല പടർന്ന് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഈ തല ഇങ്ങനെ പടർന്നിട്ട് പുറത്തേക്ക് പോകുമ്പോൾ ഇതിന് ചുറ്റും മണ്ണിടുക. വട്ടത്തിൽ കുറച്ച് ദൂരോട്ട് വെക്കുക. ഇതിങ്ങനെ വെക്കുക. എന്നിട്ട് ഇതിന് ചുറ്റും മണ്ണിടുക. മണ്ണിട്ടിട്ട് ഈ ഓരോരോ ദിക്കിൽ ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ ഞാൻ ഇട്ട് വെക്കും. ഞാൻ കണ്ടേ, ഇങ്ങനെ ചുറ്റും ഇട്ട് കൊടുക്കുക. ഇതുണ്ട, ഇതേപോലെ ഇങ്ങനെ ഇത് പൊടിച്ചിട്ട് ചുറ്റും അങ്ങനെ ഇടുമ്പോൾ അതെന്ന് വെച്ചാൽ അതിൻ്റെ അതിൻ്റെ അകത്തേക്ക് തല കുത്തും. ഇതിൻ്റെ തല അതിൽ കുത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇടുക. ഇടാ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇത് കണ്ടില്ലേ? ഇങ്ങനെ ഇടുക. ഈ തല ഇങ്ങനെ പടരുന്നതിന് ചുറ്റും ഇടുക. ചുറ്റും മണ്ണിട്ടിട്ട് ഇതേപോലെ ചുറ്റും ഇടുക. എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മാത്രമല്ല കിഴങ്ങുണ്ടാവുക. കിഴങ്ങ് പുറത്തേക്ക് ചുറ്റും ഉണ്ടാവും. ആ തല പടരുന്നേരം ഇങ്ങനെ ചുറ്റും നമ്മളതിൻ്റെ മേലെ കൂടി ഇടയ്ക്കിടയ്ക്ക് മണ്ണിട്ട് കൊടുക്കുക. ആ മണ്ണിട്ട് കൊടുക്കുമ്പോൾ എന്താ വെച്ചാൽ അതിന് തലയിൽ കുറേശ്ശെ ഇടയ്ക്ക് ഇട്ട് കൊടുക്കുക. ആ സമയത്ത് ഈ തലേൻ്റെ മേലെ വേര് വന്നു. ആ വേര് വന്നിക്കഴിഞ്ഞാൽ അതിന് കിഴങ്ങുണ്ടാവും. അതിനാണ് ഈ പണി എടുക്കുന്നത്. ഇത് കണ്ടില്ലേ? ഇത് കൂടി ഇട്ടേ. ഇത് പടർന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ ഇനി കുറച്ചും കൂടി ഇടാനുണ്ട്. ഇതിപ്പോൾ തൽക്കാലം പടരുമ്പോൾ വേര് കുത്താൻ വേണ്ടിയിട്ടാണ് ഈ പണി എടുക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടാകുമ്പോൾ ആദ്യം ഇടണം. അത് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതിപ്പോൾ തൽക്കാലം വേര് കുത്താനാണ് ഈ പണി എടുക്കുന്നത്. കണ്ടാ? ഇതേപോലെ ഇടുക. കണ്ടാ? ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കുക. കേട്ടാ? ഇങ്ങനെ ഇടുക. അന്നേരം എന്താ വെച്ചാൽ ഈ പടർന്ന തല ചുറ്റും ഇടണം. ചുറ്റും ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ചും കൂടി വീതിയിലിട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചുറ്റും വളച്ചിങ്ങനെ വെക്കുക. അതിന് കിഴങ്ങ് 4 പുറം ഇങ്ങനെ ചുറ്റും വരും. ഇതിപ്പോൾ ഇങ്ങനെ വന്നില്ലേ? ഈ തല കണ്ട? ഈ തല ഇങ്ങനെ കടത്തിയിട്ട് ഇവിടെ വെക്കുക. ഇവിടെ ഇങ്ങനെ കടത്തി വെക്കുക. ഇത് കണ്ടില്ലേ? ഇതേപോലെ കടത്തി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ കടത്തുക. ഇങ്ങനെ കടത്തിയിട്ട് ഇവിടെ കുറച്ച് മണ്ണിടുക. ഇനി കുറച്ച് മണ്ണിട്ടു. ഇവിടെ മണ്ണിട്ടില്ലേ? ഇനിയിപ്പോൾ ഇതിവിടെ മണ്ണിട്ടു. ഇനിയിപ്പോൾ ഒരു തല ഇവിടെ വന്നില്ലേ? ആ സമയമാകുമ്പോൾ ഇവിടെ ഒരു തല ഇടുക. ഇപ്പോൾ ഇത്രയും തലയുടെ പുറത്ത് വെക്കണം. ഇനി തേച്ചും വേര് വരും. ഇനി കിഴങ്ങ് വരും. അതിനാണ് ഇങ്ങനെ എടുക്കുന്നത്. കണ്ടാ? ഇതേപോലെ പുറത്തേക്ക് ഇട്ട് കൊടുക്കണം. ഇത് കണ്ടാ? ഇത് നോക്ക്. ഇതിങ്ങനെ വെച്ചു. ഇതിങ്ങനെ മണ്ണിടുക. ഇതിലേക്കൂടി ഇങ്ങനെ ഇടുക. ഇത് ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ ഇട്ടിട്ടാകുമ്പോൾ ഈ തല പുറത്ത് വരുമല്ലോ. ഇത് വന്നിട്ടാകുമ്പോൾ നമ്മളിങ്ങനെ ചുറ്റി വെച്ചോളുക. അതാണ് ചെയ്യേണ്ടത്. ഇത് കണ്ടില്ലേ? ഇത് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലേ? ഇതാണ് ഇന്നത്തെ ഇത്. കണ്ടാ? ഇങ്ങനെ ഇതേപോലെ അപ്പോൾ ചുറ്റും വന്നു കഴിഞ്ഞാൽ വത്താസ് ഈ ഒരു തലയിൽ മാത്രമല്ല ഉണ്ടാവുക. അതിന് ചുറ്റും നമ്മൾ നട്ടു കൊടുക്കണം. കണ്ടില്ലേ? കാണുന്നില്ലേ? ഇങ്ങനെ ചെയ്യേണ്ടത്. ഇതിപ്പോൾ കണ്ടില്ലേ? ഇതിങ്ങനെ വെച്ച് കൊടുക്കുക. കണ്ടാ? ഇതേപോലെ വെച്ച് കൊടുക്കുക. അന്നേരം ഇങ്ങനെ തലയായി. ഇതിങ്ങനെ ആ വേര് വരുന്നത് കിഴങ്ങുണ്ടാവും. ആ സമയത്ത് നമ്മൾ അതിന് ലേശം വളയിലിട്ട് കൊടുത്ത് ഈ തിരി കുറച്ച് നീണ്ടിട്ടാകുമ്പോൾ കണ്ടാ? ഇങ്ങനെ ഇടുക. ഇങ്ങനെ ഇട്ട് കൊടുത്താൽ
നമുക്കെന്ന് വെച്ചാൽ കിഴങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാവും, പേടി പോണ്ട, കിഴങ്ങ് ഇഷ്ടം പോലെ ഉണ്ടാവും. ഇതിപ്പോൾ കണ്ടില്ലേ, 2 തലിയുടെ വന്ന് 2 തലിയുടെയായി 2 തലിയുടെയായി. അതേപോലെ ഇതിനും എല്ലാം അതേപോലെ ഇട്ട് കൊടുത്താൽ നമുക്ക് ഇഷ്ടം പോലെ പിന്നെ വത്താസ് വരയ്ക്കാൻ കിട്ടും. ഇത് ഞാൻ ഇട്ട് കാണിക്കാം. ഇങ്ങോട്ടിടാം. ഇതേപോലെ ഇല്ല, ഇത് കണ്ടില്ലേ, ഇത് പുട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇതിങ്ങനെ ചുറ്റുവിടുക, ഇങ്ങനെ ചുറ്റും വിടുക. ഇത് നമ്മൾ നനച്ച് കൊടുത്താൽ നല്ല തലയും ഇഷ്ടം പോലെ വരും, നല്ലോണം ഇഷ്ടം പോലെ കേക്കും ഉണ്ടാവും. ഇത് ചുറ്റും ഇടണം, കണ്ടില്ലേ. ഇത് കിഴങ്ങ് വെച്ച് കൊടുക്കണം. ഇങ്ങനെ ആ തല ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മുക്കി കൊടുക്കുമ്പോൾ ആ തല മണ്ണ് കുത്തിയിട്ട് വരും. ഇതിപ്പം കണ്ടില്ലേ, ഇതിപ്പം വളർന്നു. ഇതിങ്ങനെ വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുക. ഇവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മണ്ണ് ഇങ്ങനെ പിടിയിട്ട് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഈ മണ്ണുണ്ടോ, ഇതേപോലെ ഈ മണ്ണ് ഇടിക്കുക. ഇപ്പം തിരി വന്നില്ലേ, അതാണ് നമ്മൾ ഈ നെട്ട പോലെ അതിനും പേരും കേക്ക് ഇതിനും പേരും കേൾക്കും. അതിനാണ് അപ്പോൾ എടുക്കുന്നത്. ഇനിയിപ്പം അതിന് എടുക്കണം, കണ്ടില്ലേ. ഇതേപോലെയാണ് ചെയ്ത് കൊടുത്താൽ, ഇത് തേച്ച് നമ്മൾ വളരെ നേരെ ചെയ്ത് കൊടുത്താൽ ഇതിൽ ഇത്രയും നിറച്ചും ഉണ്ടാവും. അന്നേരം നമുക്ക് ഇഷ്ടം പോലെ വത്താസ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ പണി എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, ഇതേപോലെ കണ്ടില്ലേ. ഇടിയിപ്പോൾ ഒരു തല നട്ടിട്ടാ, അതേപോലെ ആടിയുടെ തല നട്ടിട്ട് കണ്ടില്ലേ. ഇവിടെ 2 തല നട്ടിട്ടാ. ഇതാ 2 തല. അപ്പുറത്തെ കിഴങ്ങുമായി ഇപ്പുറത്തെ കിഴങ്ങുമായി മുറിക്കണ്ട. മുറിച്ച് കഴിഞ്ഞാൽ ഇടിയതാ. ഇതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് നമുക്ക് ഇഷ്ടം പോലെ വത്താസ് കിഴങ്ങ് ഉണ്ടാക്കാൻ കഴിയും. കണ്ടോ, 2 ചേമ്പിൻ്റെ വത്താസ. ഇത് കണ്ട, ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, ഇത് കണ്ട, ഇത് കണ്ടില്ലേ, ഇതൊന്നും കണ്ട, ഇത് മുക്കിയതാണ്. ഇതേപോലെ ഇതൊന്ന് മുക്കിയതാണ്. ഇനിയിപ്പോൾ ഇത് പടർന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഇട്ടാൽ നമുക്ക് ആദ്യം മുക്കാം. ഇങ്ങനെ ചുറ്റും വരും. ഇതെല്ലാം പടരുമ്പോൾ കുറേശ്ശെ ആക്കിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് കണ്ടില്ലേ, ഇത് കണ്ടല്ലേ, ഇത് കണ്ടില്ലേ. പിന്നെ ഇപ്പുറത്ത് ഇത് കണ്ടില്ലേ, കണ്ട, ഇതേപോലെ മുക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതാണ് വത്താസ് നല്ലോണം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട പണിയായത്. ഇനിയിപ്പോൾ കുറച്ചും കൂടി കഴിയുമ്പോൾ വളം ഇടലെല്ലാം ആയിട്ടില്ല. വളം കുറച്ചും കൂടി തേർത്ത് കഴിഞ്ഞാൽ നമ്മളെ വളം ഇടുമ്പോൾ തിരി വന്ന് കുറച്ചൊക്കെ നീണ്ടു കഴിഞ്ഞാൽ അതിന് ചുറ്റും കുറച്ച് നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ട് കുറച്ചും കൂടി മണ്ണ് ഇട്ട് കൊടുക്കുക. എന്നാൽ നല്ല അടിപൊളി ഇതായിട്ട് വരും. ഇപ്പോൾ കുറച്ച് പച്ചക്കറീൻ്റെ വിളവ് എടുക്കാനുണ്ട്, അതൊന്ന് കാണിച്ചു. കുറച്ച് പച്ചക്കറി പറിക്കട്ടെ. കുറച്ച് ഇത് തക്കാളിയെല്ലാം പറിക്കാനുണ്ട്. തക്കാളി ഉണ്ട്, മുളകും പറിക്കട്ടെ. പക്ഷേ താലോലിയും ഇതുവെല്ലാം പറിച്ചിട്ട് കൊണ്ടക്ക്. തക്കാളി ഉണ്ട് പറിക്കാൻ, ഇതുവരെ പറിച്ചിട്ട് കൊണ്ടക്ക്. എന്താ തക്കാളി ഉണ്ട്. തക്കാളി പൊഴുത്ത് തുടങ്ങി, നല്ലോണം പൊഴുത്തു. തക്കാളി ഉണ്ടോ, നല്ല തക്കാളിയാണ്, നല്ലൊരു തക്കാളിയാണ്. നമുക്ക് ഇഷ്ടംപോലെ നല്ല രുചിയുള്ള തക്കാളിയാണ്. നമ്മൾ ഉണ്ടാക്കിയ സാധനമായതുകൊണ്ട് നമുക്ക് നല്ല ഇഷ്ടംപോലെ പറിക്കാനും. ഇതെല്ലാം ഇപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ ഇത് കാണുമ്പോൾ അത്ര നല്ലൊരു സന്തോഷം തോന്നുന്നുണ്ട് അറിയോ. നമ്മൾ പണിയെടുത്തിട്ട് ഉണ്ടാക്കിയത് നമ്മൾ പറിക്കുമ്പോൾ മറ്റെല്ലാം ഒരു തക്കാളി കാണാൻ പീടികയിൽ പോയിട്ട് തക്കാളി കാണണം. പീടികയിൽ തക്കാളി ഇതിൽ പറയുന്നിട്ട് എന്നാന്നുള്ളൊരു ഇതുപോലെയാണ് നമുക്ക്. ഇപ്പം തക്കാളി നേരം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അതൊരു ഭംഗി വേറെ തന്നെയാണ്. കുറച്ച് പച്ചമുളക് കൂടി പറിക്കട്ടെ. അതെല്ലാം ഉണ്ട് മുളക് പറിക്കാൻ പഴുത്ത് തുടങ്ങി.
കുറേ പച്ച പൊരിക്കണമെന്ന് വെച്ചാൽ പച്ച പൊരിക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് കൊടുത്തില്ല. ആയിക്കാൻ കൊടുക്കാൻ വേണ്ടി എനിക്കിത് പോകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് കൊടുക്കാൻ ആളില്ല. അതാണ് വിഷമം. ആരെങ്കിലും പറിച്ചിട്ട് ഇത് കൊണ്ടു കൊടുക്കാൻ ആൾ വേണ്ടേ, അതുകൊണ്ട് ഇത് കൊടുക്കാനാകുന്നില്ല. അതുകൊണ്ട് എനിക്ക് നട്ടിട്ടും കാര്യമില്ല. അതുകൊണ്ടാണ് കൊലഞ്ഞിട്ട് കുത്തുന്നു. കൊലയായിട്ട് കുത്തുന്നു, നല്ലോണം കൊലഞ്ഞ് കുത്തുന്നു. പച്ചമുളക് തന്നെ ഇഷ്ടംപോലെ കുത്തുന്നു. കുറച്ച് നേരം മോന് കൊടുക്കാൻ വെച്ചിട്ട് പറ്റുന്നതാണ്. അപ്പം വൈകുന്നേരം വരും എന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഓന് കൊടുക്കാം. ഇതിപ്പം പച്ചപ്പറങ്കി എനക്കെന്നാലും പച്ചപ്പറങ്കിലും വേണ്ട, കുറച്ച് രണ്ടെണ്ണം വേണം. ഇത് പറ്റാൽ പോരെ നേരം ഇഷ്ടംപോലെ. ഒരു സാധനം പച്ചമുളക് ഈ പച്ചക്കറീൻ്റെ ഒരു സാധനം ഞാനിപ്പോൾ കൂടിയൊന്ന് വാങ്ങാനില്ല. ഉള്ളി മാത്രം വാങ്ങും. ഉള്ളി ആയിട്ടില്ല. ബാക്കിയുള്ള എല്ലാ സാധനവും നമ്മൾ ഇവിടുന്ന് തന്നെയാണ്. ഇപ്പം ഒരു സാധനവും മേടിക്കല. കറി വെക്കാൻ കഴിയില്ല. ചീരിയുണ്ട്. ഇത് കറി വെക്കാനില്ല. കഴിയാതെ കുറവ് മാത്രം, ഇല്ലാതെ കുറവല്ല, ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അത് നമുക്ക് പറിച്ചിട്ട് കറി വെക്കാൻ തിന്നാനാൾ വേണ്ടേ, അതില്ല. അതാണ്. എന്തായാലും നമ്മൾ അധ്വാനിച്ചാൽ ഉണ്ടാവും എന്നുള്ളത് ഇവിടെ അനുഭവത്തിൽ കൂടി നിങ്ങൾ കണ്ടില്ല. ഇന്നെല്ലാം തേച്ചും വെറും നമ്മളെ നാടൻ ചപ്പും വീട്ടിലുള്ള ചപ്പും മറ്റുള്ള സാധനങ്ങളും കൊണ്ട് മാത്രമാണ് നിൽക്കലത്തെ പച്ചക്കറി ആക്കി. ഒന്നും പൊടിയൊന്നും വാങ്ങിയിട്ടില്ല. ഒരു വളപ്പൊടിയൊന്നും, ഒരു സാധനം, ഒരു മരുന്നോ ഒരു വിഷം ഒന്നും വാങ്ങിയിട്ടില്ല. അതന്നെ ഒരു ഗുണം. നമ്മൾ വളം വാങ്ങി. എല്ലുപൊടി, മറ്റേ വേപ്പും പിണ്ണാക്ക്, ചകരിച്ചോറ്, ഇതെല്ലാം വാങ്ങി. അതിനെല്ലാം പൈസ ഉണ്ടപ്പോൾ. എന്നാലും നമ്മൾ പൈസ തൊട്ട് മേടിക്കുന്നതിന് അത് കാര്യമല്ലേ. അതുകൊണ്ട് മാത്രം. അതാണ് നമ്മൾ ഉണ്ടാക്കിയാലുള്ള ഒരു ഗുണം. മാത്രമല്ല വേറെയൊക്കെ പോയി മേടിച്ചു കൊണ്ടിട്ടുണ്ടല്ലോ. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് പറിച്ചിട്ട് വേഗം രണ്ടെണ്ണം വേണമെന്ന് വെച്ചാൽ വേഗം വീട്ടിൽ നിന്ന് പറിച്ചിട്ട് എടുത്ത് വെക്കുമല്ലോ ഉണ്ട്. എന്നാൽ കറി വെക്കേണ്ടതെന്ന് ചോദിക്കണ്ട. വേഗം പോയിട്ട് കറി പരിക്കാൻ വെച്ചു. നമുക്ക് കറിയും വെച്ചു. ചോറടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റെന്നാ കറി വെക്കേണ്ടത്, എന്നാൽ കറി വെക്കാനില്ലല്ലോ, കൊണ്ടുവന്നതില്ലല്ലോ എന്നുള്ളൊരു വർത്താനം നമ്മൾ പറയല്ലോ. ഇപ്പോൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. നമുക്കിതന്നെ ഇഷ്ടംപോലെ മതി. അതല്ലേ. ഇതിപ്പോൾ നമുക്ക് ഇന്നേക്കും നാളേക്കൊന്നും ആവില്ല. ഞാൻ അവിടെ വെച്ചിട്ട് കാണിച്ചു തരാം. തക്കാളി അവിടെ വെക്കട്ടെ. കാണുന്നില്ലേ, എല്ലാം ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടോ ഇത് വേണ്ട. ഇത് വേണ്ട. പൊഴുത്ത മുളക്. ഇത് കുറച്ച് പച്ചമുളക് കുറച്ചേ പറിച്ചിട്ടുള്ളൂ. അതും എൻ്റെ മോന് കൊടുക്കാൻ വെച്ചിട്ട് മാത്രം. പിന്നെ എനിക്ക് വേണ്ട, എനിക്ക് വേണ്ടി പരിക്കണം. കൊടുക്കാമെന്ന് വെച്ചാൽ കൊടുക്കാൻ ആരും വന്നിട്ടില്ല. കൊടുക്കാനിപ്പോൾ എനിക്ക് കൊണ്ടുപോകാനാവുമെങ്കിലും എടുത്തോളൂ. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചു. അതല്ലേ. ഇപ്പോൾ തക്കാളി തന്നെ 2 കിലോ തക്കാളി ആയിരുന്നു. കൂട്ടി നോക്കണം. 6 തക്കാളിയാണ്. ഒരു 6 തക്കാളി നട്ടതാണ്. ഇപ്പം നോക്കിയാട്ടെ. ഇതിപ്പോൾ കണ്ടില്ലേ, അതാ ഇതിപ്പോൾ 2 കിലോ തക്കാളി ആയിരിക്കും. ഇത് വേണ്ട, 2-3 കിലോനോളുണ്ട് തക്കാളി. മുളക്, ഈ പച്ചമുളക് ഇനി പരിക്കാൻ വളരെ കുറച്ചേ പറിച്ചില്ല. എൻ്റെ മോന് കൊടുക്കാൻ വേണ്ടി പറിച്ചതാണ്. ഇതിപ്പോൾ താലോലി 1 കിലോ വരെ 1.5 കിലോ വരെ താലോലി ഉണ്ട്. കക്കിരിക്ക കഴിഞ്ഞു പോയി. ഇനി ഇതേ ഉള്ളൂ. അതുകൊണ്ട് കക്കിരിക്കയില്ല. കുറച്ച് പയറും ഉണ്ട്. 1 കിലോ വരെ പയറുണ്ട്. പോരെ, നമ്മളെല്ലാ കാര്യവും നിങ്ങൾ കണ്ടിട്ടില്ലേ. ഇതാ കണ്ട, കക്കിരിക്ക അത്രയേ ഉള്ളൂ. കക്കിരിക്കയെല്ലാം പറിച്ച് കഴിഞ്ഞു. ഇനിയിപ്പം ഇല്ല, ചെറിയതാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ ഇനി അവിടെ വെക്കുന്നില്ല. ഉണക്കിയിട്ട് വേറെ നടാനാക്കും. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ എൻ്റെ പച്ചക്കറി കണ്ടില്ലേ. ഇന്നിപ്പം പറയാമെന്ന് വെച്ചാൽ ഇന്നെന്നാ ഉള്ളതെന്ന് വെച്ചാൽ എനിക്ക് ഇന്ന് ഇത്തിരി മതി. എനിക്ക് എന്നാ പറയാമെന്ന് വെച്ചാൽ ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇതെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളും ശർക്കര കിഴങ്ങിൻ്റെ വള്ളി ഇതേപോലെ ഇട്ട് മുക്കിയിട്ട് നിങ്ങൾ നോക്കുക. പിന്നെ എന്നിട്ട് നിങ്ങൾ അതേപോലെ ചെയ്യുക. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും പിന്നെ കിഴങ്ങ് ഒരുപാട് കിട്ടും. നിങ്ങൾ ആ ഒറ്റ ഇതിനകത്ത് ഇട്ട വള്ളി മാത്രമല്ല, പുറത്തുള്ള വള്ളിക്കും കൂടി മണ്ണിട്ട് കൊടുത്താൽ ഇഷ്ടംപോലെ ഉണ്ടാവും. അതുകൊണ്ട് പിന്നെ എനിക്ക് അറിയുന്ന കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.
മറന്നുപോകുമെന്ന് വിചാരിച്ചിട്ടാ, മറ്റു ചെയ്യില്ല എന്ന് വെച്ചിട്ടല്ല, ചെയ്യും. പിന്നെ ഇത് ചെയ്യാത്തവരാ, ഇതുവരെ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്ത് കൊടുക്കണം. സപ്പോർട്ട് വേണം നിങ്ങളെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇന്ന് ഇത്രയും മതി. നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. ഇന്ന് ഞാൻ ലൈവിൽ വരുന്നുണ്ട്. ഇന്ന് 9:30 ലൈവിൽ വരുന്നുണ്ട്. എല്ലാവരും വരണേ.